ഇംഗ്ലീഷ് ഒരു ബാലികേറാ മലയാളത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ശരിയായി എഴുതാനും അതേപോലെ തന്നെ ഫ്ലുവൻ്റായിട്ട് ഒഴുക്കോടെ സംസാരിക്കാനും ഒക്കെ ഉതകുന്ന രീതിയിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓക്സിലറി വെർബുകളായ ഈസ്, ആർ, ആം, വാസ്, വെയർ ഇവ ഒരു സെൻറ്റൻസിൽ സിംഗിളറായിട്ടും പ്ലൂറലായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സെൻറ്റൻസുകൾ കണ്ടു. ഇന്നും നമ്മളതിൻ്റെ തുടർച്ചയായിട്ട് ഇംഗ്ലീഷ് ശരിയായി എഴുതാനും സംസാരിക്കാനും ഒക്കെ ഉതകുന്നതിന് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടിയും പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഓക്സിലറി വെർബുകളായ ഡു, ഡസ്, ഡിഡ് ഇവ മെയിൻ വെർബുകളായിട്ട് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ കൂടി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷ് ശരിയായിട്ട് എഴുതാനും അതേപോലെ തന്നെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നതിനുമൊക്കെ വളരെയധികം സഹായകമാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ കൂടിയുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്നതിന് വേണ്ടി ഇതിന് താഴെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതേപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള കമൻസുകൾ നിങ്ങൾ കമൻസ് ബോക്സിൽ തീർച്ചയായും ഇടുക. അങ്ങനെ കിട്ടുന്ന സജഷൻസിൽ കൂടിയാണ് നമ്മൾക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അത്യാവശ്യമുള്ള വീഡിയോയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഡു, ഡസ്, ഡിഡ് ഇവയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള സെൻറ്റൻസുകളിലേക്ക് അതുപോലെ പോകാം. ആദ്യത്തെ സെൻറ്റൻസ്, I do my duties every day. We do our planning every day. You do your studies well. He does his hobbies in free time. It does everything. They do their duties every day. ആദ്യത്തെ സെൻറ്റൻസിൽ I do my duties every day. ഞാൻ എൻ്റെ കർത്തവ്യം എന്നും ചെയ്യുന്നു. അവിടെ ഡു, ഡസ്, ഡിഡിൽ പെട്ട ഡു ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ ഐ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സണിൽ പെടുന്ന പ്രോനൗൺ ആണ്. ആ ഐ ആണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ ഐ എന്ന ഫസ്റ്റ് പേഴ്സണിൽ പെടുന്ന സബ്ജക്റ്റിനോട് കൂടി നമ്മൾ ഡു എന്ന വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഡു ഉപയോഗിച്ചിരിക്കുന്നത് ഓക്സിലറി വെർബായിട്ടല്ല, മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ഡു, ഡസ് ഇവയ്ക്ക് ഉള്ളത്. ഡിഡ് എന്ന് പറയുമ്പോൾ ചെയ്തു എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഐ ഡു മൈ ഡ്യൂട്ടീസ് എവറി ഡേ, ഞാൻ എൻ്റെ കർത്തവ്യം എന്നും ചെയ്യുന്നു. അവിടെ ഐ എന്ന ഫസ്റ്റ് പേഴ്സണിൽ പെടുന്ന പ്രോനൗൺ വന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡു എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ വി ഡു അവർ പ്ലാനിങ് എവറി ഡേ, അവിടെയും ഫസ്റ്റ് പേഴ്സണിൽ പെടുന്ന ബഹുവചനമായിട്ടുള്ള വി എന്ന പ്രോനൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും നമ്മൾ വെർബായിട്ട് ഡു എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഐ ഡു, വി ഡു, യു ഡു. അതുകൊണ്ടാണ് യു ഡു യുവർ സ്റ്റഡീസ് വെൽ, നിങ്ങൾ നിങ്ങളുടെ പഠിത്തം നല്ലതായി ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ നല്ലതായി പഠിക്കൂ. യു ഡു യുവർ സ്റ്റഡീസ്, അവിടെ എങ്കും നമ്മൾ ഐ ഡസ്, വി ഡസ്, യു ഡസ് എന്നല്ല ഉപയോഗിച്ചത്. ഐ ഡു, വി ഡു, യു ഡു എന്നാണ് ഉപയോഗിച്ചത്. വി ഡു അവർ പ്ലാനിങ് എവറി ഡേ, ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനിങ് എന്നും ചെയ്യുന്നു. അവിടെ എല്ലാം ഡു ഉപയോഗിക്കാൻ കാരണം നേരത്തെ നമ്മൾ ഓക്സിലറി വെർബുകളായ ഈസ്, ആർ, ആം, വാസ്, വെയർ ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ ഐ, വി എന്നിവ ഫസ്റ്റ് പേഴ്സണും യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സണുമാണ്. അപ്പോൾ അവയുടെ കൂടെ നമ്മൾ എപ്പോഴും ഡു എന്നാണ്, അത് ഓക്സിലറി വെർബായിട്ടായാലും വെർബായിട്ടായാലും നമ്മൾ ഉപയോഗിക്കുന്നത് ഡു എന്നാണ്. അങ്ങനെ എപ്പോഴാണ് ഒരു സെൻറ്റൻസിൽ ഡു, ഡസ് ഇവ ഓക്സിലറി വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പിന്നീട് ഒരു ഘട്ടത്തിൽ പഠിക്കും. ഇപ്പോൾ ഇവിടെ പ്രധാന ക്രിയയായിട്ട് തന്നെയാണ്, മെയിൻ വെർബായിട്ട് തന്നെയാണ് ഈ സെൻറ്റൻസുകളിലൊക്കെ ഡു, ഡസ് ഇവ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകളിൽ നമ്മൾ ഡു, ഡസ്, ഡിഡിലെ ഡു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസുകളിലേക്ക് വരാം. ഹി ഡസ് ഹിസ് ഹോബീസ് ഇൻ ഫ്രീ ടൈം, അവിടെ ഹി ഡസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി എന്നുള്ളത് തേർഡ് പേഴ്സണിൽ പെടുന്ന പ്രോനൗൺ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഹി, ഷീ, ഇറ്റ്, ദേ ഇവയൊക്കെ തന്നെ തേർഡ് പേഴ്സണിൽ പെടുന്ന പ്രോനൗണുകളാണ്. അവിടെ തേർഡ് പേഴ്സണിൽ പെടുന്ന പ്രോനൗണായ ഹി സബ്ജക്റ്റ് ആയിട്ട് വന്നപ്പോൾ ഡസ് എന്നാണ് ഉപയോഗിച്ചത്. ഹി ഡസ് ഹിസ് ഹോബീസ് ഇൻ ഫ്രീ ടൈം, അവൻ അവൻ്റെ ഹോബീസ് വിനോദങ്ങൾ ഫ്രീ ടൈമിൽ ചെയ്യുന്നു. അവിടെ ഹി എന്നതിന് പകരം ഷീ ആയാൽ തന്നെയും ഡസ് എന്നതിന് മാറ്റം വരുന്നില്ല, കാരണം അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അങ്ങനെ തേർഡ് പേഴ്സണിൽ പെടുന്ന നാമങ്ങൾ അല്ലെങ്കിൽ സർവനാമങ്ങളുടെ കൂടെ നമ്മൾ ഡു, ഡസ് ഇവയിൽ വെർബായിട്ട് ഉപയോഗിക്കേണ്ടതായി വരുമ്പോൾ നമ്മൾ ഡസ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്. അതുകൊണ്ടാണ് ഇറ്റ് ഡസ് എവറിത്തിങ്, അത് എല്ലാം ചെയ്യുന്നു. അവിടെയും ഇറ്റ് ഡസ് എന്നാണ് വന്നത്, ഇറ്റ് ഡു എന്നല്ല വന്നത്. കാരണം ഇറ്റ് എന്നുള്ളതും തേർഡ് പേഴ്സണിൽ പെടുന്ന സിംഗുലർ ആണ്. അങ്ങനെ തേർഡ് പേഴ്സണിൽ പെടുന്ന ഹി, ഷീ, ഇറ്റ് എന്നീ സിംഗുലർ സർവനാമങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നാമങ്ങളുടെ കൂടെ നമ്മൾ ഡസ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ദേ ഡു ദെയർ ഡ്യൂട്ടീസ് എവറി ഡേ, അവർ അവരുടെ കർത്തവ്യങ്ങൾ എന്നും ചെയ്യുന്നു.
അവിടെ ദേ ഡു ദെയർ ഡ്യൂട്ടീസ് എന്നാണ് വന്നത്. അവിടെ നേരത്തെ പണ്ട് പഠിച്ചിട്ടുള്ളത് പോലെ ദേ എന്നുള്ളത് തേർഡ് പേഴ്സൺ ആണെങ്കിലും ബഹുവചനമായ സർവനാമമാണ്. ദേ എന്ന് പറയുമ്പോൾ, അവർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഡു എന്നാണ് ഉപയോഗിക്കുന്നത്. തേർഡ് പേഴ്സണിൽ പെടുന്ന സിംഗുലർ ആയിട്ടുള്ള നാമങ്ങളുടെ കൂടെയാണ് നമ്മൾ ഡസ് എന്ന് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ് എന്നൊക്കെ ആ സെന്റൻസുകളിൽ വന്നത്. അതേസമയം ഡു എന്ന വെർബ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് പേഴ്സണായ ഐ വി, സെക്കൻഡ് പേഴ്സണായ യു, അതേപോലെ പേഴ്സണുകളുടെ വ്യത്യാസമില്ലാതെ ബഹുവചനങ്ങളായ നാമങ്ങളോ സർവനാമങ്ങളുടെയോ കൂടെ ഡു എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദേ ഡു ദെയർ ഡ്യൂട്ടീസ് എവരിഡേ എന്ന് വന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ ബഹുവചനങ്ങളായ നാമങ്ങളാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെയും നമ്മൾ ഡു എന്നാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് അബു ആൻഡ് രാജു ഡു their duties every day. അവിടെ അബു ആൻഡ് രാജു എന്ന് വന്നപ്പോൾ തന്നെ ബഹുവചനമായ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഡു എന്ന് വന്നത്. അതേസമയം അബു ഡസ് ഹിസ് ഡ്യൂട്ടീസ് എവറി ഡേ, അബു അവന്റെ ഡ്യൂട്ടീസ് എന്നും ചെയ്യുന്നു. അപ്പോൾ അബു എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സണിലുള്ള സിംഗുലർ ആയിട്ടുള്ള നാമമാണ്. അങ്ങനെ തേർഡ് പേഴ്സണിൽ പെടുന്ന നാമങ്ങളോ സർവനാമങ്ങളോ വരുമ്പോൾ നമ്മൾ ഡസ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഹി ആൻഡ് ഐ ഡു, ഹി ആൻഡ് വി ഡു, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ബഹുവചനങ്ങളായുള്ള സബ്ജക്റ്റുകളാണ് അവിടെ വരുന്നത്. അവിടെ ഏത് പേഴ്സണിൽ പെടുന്ന സർവനാമങ്ങളാണ് ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ബഹുവചനമാണെങ്കിൽ ഏത് പേഴ്സണിൽ പെടുന്ന സർവനാമങ്ങൾ ആ സെന്റൻസിൽ ചേർന്ന് വന്നാലും അവിടെ ഡു എന്ന വെർബാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ ഡു, ഡസ് ഇവയുടെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ് എന്ന് പറയുന്നത്, ചെയ്തു എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പ്രത്യേക വ്യത്യാസങ്ങളൊന്നുമില്ല. അവിടെ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ആയാലും സെക്കൻഡ് പേഴ്സൺ ആയാലും തേർഡ് പേഴ്സൺ ആയാലും അവയുടെ രൂപത്തിലെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഐ ഡിഡ്, വി ഡിഡ്, ഷീ ഡിഡ്, ഇറ്റ് ഡിഡ്, ദേ ഡിഡ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ഐ വി എന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്, അവിടെയും ഡിഡ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. അതേസമയം ഷീ ഡിഡ്, ഇറ്റ് ഡിഡ്, ദേ ഡിഡ് അല്ലെങ്കിൽ ഹീ ഡിഡ്, ഹീ, ഷീ, ഇറ്റ് ഇവയൊക്കെ തന്നെ തേർഡ് പേഴ്സണിലുള്ള സർവനാമമാണ്. അതിന്റെ കൂടെയും നമ്മൾ ഡിഡ് എന്നാണ് പാസ്റ്റ് ടെൻസിൽ വന്നപ്പോൾ ഉപയോഗിച്ചത്. അപ്പോൾ ഡു, ഡസ് ഇവയുടെ പാസ്റ്റ് ടെൻസ് ആയ ഡിഡ് ഉപയോഗിച്ചപ്പോൾ നമ്മൾ പേഴ്സണുകൾക്ക് വ്യത്യാസമില്ലാതെ എല്ലായിടത്തും എല്ലാ നാമങ്ങളായാലും സർവനാമങ്ങളായാലും ബഹുവചനമായാലും ഏകവചനമായാലും നമ്മൾ ഡിഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. അബു ആൻഡ് രാജു ഡിഡ് ദെയർ ഡ്യൂട്ടീസ് അവിടെ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള നാമങ്ങളാണ്. പക്ഷേ അബു ആൻഡ് രാജു എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. അതിന് ഏകവചനമായാലും അതേപോലെ അബു ഡിഡ് ഹിസ് ഡ്യൂട്ടീസ് അവിടെ തേർഡ് പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏകവചനമായിട്ടുള്ള നൗണാണ്. അതിന് മുമ്പ് പറഞ്ഞ സെന്റൻസിൽ അബു ആൻഡ് രാജു ഡിഡ് ദെയർ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ബഹുവചനമായ നൗണുകളാണ്. അവിടെ എല്ലാം തന്നെ നമ്മൾ പാസ്റ്റ് ടെൻസിലെ വെർബ് ഡിഡ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഈ സെന്റൻസുകളിൽ കൂടി കണ്ടത് ഡു, ഡസ്, ഡിഡ് ഇവ ഒരു സെന്റൻസിൽ പേഴ്സൺസിനനുസരിച്ച് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഈ വരുന്ന സർവനാമങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഇവയുമായി ബന്ധപ്പെട്ടുള്ള നാമങ്ങളുടെ കൂടെ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നാണ്. അതേപോലെ തന്നെ ഡു, ഡസ് ഇവയുടെ പാസ്റ്റ് ടെൻസ് ആയ ഡിഡ് നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ ഫസ്റ്റ് പേഴ്സൺ ആയ ഐ വി, സെക്കൻഡ് പേഴ്സൺ ആയ യു ഇവയുടെ കൂടെ ഡു എന്നാണ് നമ്മൾ വെർബായിട്ടായാലും ഓക്സിലറി വെർബായിട്ടായാലും നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയം തേർഡ് പേഴ്സണിൽ പെടുന്ന ഹി, ഷീ, ഇറ്റ് ഈ സിംഗുലർ ആയിട്ടുള്ള നാമങ്ങളായാലും സർവനാമങ്ങളായാലും അവയുടെ കൂടെ നമ്മൾ ഡസ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ് എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചത്. അതേസമയം ബഹുവചനങ്ങളായിട്ടുള്ള നാമങ്ങൾ അല്ലെങ്കിൽ സർവനാമങ്ങൾ അവ പേഴ്സൺസിന് പ്രസക്തി ഇല്ലാതെ നമ്മൾ ഡു എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ദേ ഡു, അബു ആൻഡ് രാജു ഡു, ഹി ആൻഡ് ഐ ഡു എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചത്. അതേപോലെ തന്നെ ഡുവിന്റെ പാസ്റ്റ് ടെൻസ് ആയ ഡിഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പേഴ്സൺസിനോ അല്ലെങ്കിൽ വചനത്തിനോ വ്യത്യാസമില്ലാതെ നമ്മൾ എല്ലായിടത്തും ഡിഡ് എന്നാണ് ഉപയോഗിച്ചത്, ചെയ്തു എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ചെയ്തു, അവൾ ചെയ്തു, അവർ ചെയ്തു, ഞാൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഐ ഡിഡ്, വി ഡിഡ്, ഷീ ഡിഡ്, ഇറ്റ് ഡിഡ്, ദേ ഡിഡ് എന്നൊക്കെ ഉപയോഗിച്ചത്. അടുത്തതായിട്ട് നമ്മൾക്ക് ഡു, ഡസ്, ഡിഡ് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളായ സെന്റൻസുകളിലേക്ക് കിടക്കാം. ആദ്യത്തെ സെന്റൻസ് ഡു വി സ്പീക്ക് ഇംഗ്ലീഷ്, ഡു ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, ഡസ് ഇറ്റ് വർക്ക്, ഡിഡ് ഐ ഗോ ദേർ, ഡിഡ് യു ഗോ ദേർ, ഡിഡ് വി ഗോ ദേർ, ഡിഡ് ഹി ഗോ ദേർ, ഡിഡ് ദേ ഗോ ദേർ. ആദ്യത്തെ സെന്റൻസിൽ ഡു വി സ്പീക്ക് ഇംഗ്ലീഷ് ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? അവിടെ വി എന്നുള്ളത് ഫസ്റ്റ് പേഴ്സണിൽ പെടുന്ന പ്രോനൗൺ ആണ്, സർവനാമമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡു എന്ന വെർബ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്.
അതുകൊണ്ട് ഡു വി സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെയാണ് ഡു ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ. അതേപോലെ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, അവിടെ സെക്കൻഡ് പേഴ്സണിൽ പെടുന്ന യു എന്ന സർവനാമമാണ് സബ്ജക്റ്റ്, അതുകൊണ്ടാണ് ഡു എന്ന് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. അവിടെ എങ്ങും നമ്മൾ ഡസ് വി ഡസ് യു എന്നൊന്നുമല്ല ഉപയോഗിക്കുന്നത്. ഡു വി ഡു യു ഡു ഐ എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ അടുത്ത സെന്റൻസുകളിൽ ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ, അവർ അല്ലെങ്കിൽ അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ, ഡസ് ഇറ്റ് വർക്ക്, അത് വർക്ക് ചെയ്യുമോ, അവിടെയൊക്കെ നമ്മൾ ഡസ് എന്നാണ് ഉപയോഗിച്ചത്. ഡസ് ഹി, ഡസ് ഷീ, ഡസ് ഇറ്റ്. കാരണം ഹി, ഷീ, ഇറ്റ് ഇവ തേർഡ് പേഴ്സണിൽ പെടുന്ന സർവനാമങ്ങളാണ്. അപ്പൊ നാമങ്ങളായാലും അങ്ങനെ തന്നെയാണ്. ഡസ് അബു സ്പീക്ക് ഇംഗ്ലീഷ്, ഡസ് രാജു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ അവിടെയും ഹി, ഷീ എന്ന തേർഡ് പേഴ്സണിൽ പെടുന്ന സർവനാമത്തിന് പകരം നാമങ്ങളാണ് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവിടെയും നമ്മൾ ഡസ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഹി ഡു, ഷീ ഡു എന്നല്ല ഉപയോഗിക്കുന്നത്. പക്ഷെ അതേസമയം ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്, അവിടെ ഡു ദേ എന്നാണ് വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ദേ എന്നുള്ളത് തേർഡ് പേഴ്സണിൽ പെടുന്ന സർവനാമമാണെങ്കിലും ബഹുവചനമായ സർവനാമമാണ്. അങ്ങനെ ബഹുവചനങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകളുടെ കൂടെ അത് നാമങ്ങൾ ചേർന്നായാലും അല്ലെങ്കിൽ സർവനാമങ്ങൾ ചേർന്നായാലും എങ്ങനെ തന്നെയായാലും ബഹുവചനങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ ഡു എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് വന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴായാലും നമ്മൾ ഫസ്റ്റ് പേഴ്സണിൽ പെടുന്ന ഐ വി യു അതേപോലെ തന്നെ ബഹുവചനങ്ങളായിട്ട് വരുന്ന സബ്ജക്റ്റുകളുടെ കൂടെയും നമ്മൾ ഡു എന്ന വെർബാണ് ഉപയോഗിക്കുന്നത്. അതേസമയം തേർഡ് പേഴ്സണിൽ പെടുന്ന ഹി, ഷീ, ഇറ്റ് സിംഗുലറായിട്ട് ഏകവചനമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡസ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഡസ് ഹി, ഡസ് ഷീ, ഡസ് ഇറ്റ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതേസമയം ഡിഡ്മായി ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് സെന്റൻസുകളിലേക്ക് പോകാം. ഡിഡ് ഐ ഗോ ദേർ, അവിടെ ഡു എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ് എന്ന് നമുക്കറിയാം. ഡിഡ് ഐ എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. സാധാരണ ഡിഡ് ഐ ഗോ ദേർ എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല. പക്ഷെ ഇവിടെ ഡിഡിന്റെ ഉപയോഗം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഡിഡ് ഐ ഗോ എന്നൊക്കെ ഉപയോഗിച്ചത്. അതേപോലെ ഡിഡ് യു ഗോ ദേർ, അവിടെയും ഡിഡ് യു ഗോ ദേർ എന്നാണ് വന്നത്. ഡിഡ് വി ഗോ ദേർ, അവയൊക്കെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണിലൊക്കെ പെടുന്ന പ്രോനൗണുകളാണ്. അവിടെ ഡിഡ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. അതേ സെയിം ഡിഡ് തന്നെയാണ് നമ്മൾ ഡിഡ് ഹി ഗോ ദേർ അല്ലെങ്കിൽ ഡിഡ് ഷീ ഗോ ദേർ, ഡിഡ് അബു ഗോ ദേർ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഡിഡ് തന്നെയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. കാരണം ഡു എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആയ ഡിഡ് പേഴ്സൺസിനോ വചനത്തിനോ ഒന്നും വ്യത്യാസമില്ലാതെ അത് സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും എങ്ങനെ തന്നെ ആയാലും നമ്മൾ പാസ്റ്റ് ടെൻസ് ഡിഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഡിഡ് ദേ ഗോ ദേർ, ഡിഡ് അബു ആൻഡ് രാജു ഗോ ദേർ, ഡിഡ് ഹി ആൻഡ് ഐ ഗോ ദേർ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഡു, ഡസ്, ഡിഡ് ഇവ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള സെന്റൻസുകളിൽ കടന്നു വരുന്നതെന്നാണ്, അവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ക്വസ്റ്റ്യനുകളായിട്ട് ഉള്ള സെന്റൻസുകളിലും നമ്മൾ ഫസ്റ്റ് പേഴ്സണിലും സെക്കൻഡ് പേഴ്സണിലും പെടുന്ന ഐ വി യു ഇവയുടെ കൂടെ ഡു എന്നാണ് ഉപയോഗിക്കുന്നത്. അതേസമയം തേർഡ് പേഴ്സണിൽ പെടുന്ന ഹി, ഷീ, ഇറ്റ് ഇവയുടെ കൂടെ ഡസ് എന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഡു ഐ, ഡു വി, ഡു യു, ഡസ് ഹി, ഡസ് ഷീ, ഡസ് ഇറ്റ് എന്നൊക്കെ വന്നത്. അതേസമയം ബഹുവചനങ്ങളായിട്ടുള്ള നാമങ്ങൾ അല്ലെങ്കിൽ സർവനാമങ്ങൾ അവയുടെ കൂടെ നമ്മൾ എപ്പോഴും ഡു എന്നാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ചെയ്തു എന്നുള്ള അർത്ഥം വരുന്ന ഡൂവിന്റെ പാസ്റ്റ് ടെൻസ് ആയി ഡിഡ് ഉപയോഗിക്കുമ്പോൾ ബഹുവചനമായാലും സിംഗുലർ ആയിട്ടുള്ളതായാലും ഒക്കെയുള്ള സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ ഡിഡ് എന്നാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനിയും നമുക്ക് നെഗറ്റീവ് സെന്റൻസുകളുമായി ബന്ധപ്പെട്ട് ഡു, ഡസ്, ഡിഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ്, വി ഡോണ്ട് സ്പീക്ക് ഒറിയ, ഐ ഡോണ്ട് സ്പീക്ക് ഒറിയ, ദേ ഡോണ്ട് സ്പീക്ക് ഒറിയ, ഹി ഡസൻറ്റ് സ്പീക്ക് ഒറിയ, ഷീ ഡസൻറ്റ് സ്പീക്ക് ഒറിയ, ഇറ്റ് ഡസൻറ്റ് വർക്ക്, ഡോണ്ട് വി സ്പീക്ക് ഒറിയ, ഡോണ്ട് ദേ സ്പീക്ക് ഒറിയ, ഡസൻറ്റ് ഹി സ്പീക്ക് ഒറിയ, ഡസൻറ്റ് ഇറ്റ് വർക്ക്. ഈ സെന്റൻസുകളിൽ ആദ്യത്തെ സെന്റൻസിൽ വി ഡോണ്ട് സ്പീക്ക് ഒറിയ, നമ്മൾ ഒറീസയിലെ ഭാഷയായ ഒറിയ സംസാരിക്കുകയില്ല. അവിടെ വി ഡോണ്ട്, ഡു നോട്ട് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ ഡോണ്ട് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും ഡു നോട്ട്, അവിടെയും നമ്മൾ വി ഡസ് നോട്ട് എന്നല്ല ഉപയോഗിച്ചത്, വി ഡു നോട്ട് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഡു നോട്ട് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾ സംസാരിക്കുകയില്ല എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ നെഗറ്റീവ് സെന്റൻസ് എന്നാണ് പറയുന്നത്. അവിടെയും നമ്മൾ വി ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, വി ഡു നോട്ട് സ്പീക്ക് ഒറിയ എന്നാണ് ഉപയോഗിച്ചത്. കാരണം വി എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആണ്, അതേപോലെ തന്നെ ബഹുവചനവുമാണ്. അതേപോലെ തന്നെ ഐ ഡോണ്ട് സ്പീക്ക് ഒറിയ, ഞാൻ ഒറിയ സംസാരിക്കുകയില്ല. അവിടെയും ഐ ഡു നോട്ട്, ഐ ഡോണ്ട് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. അതേപോലെ ദേ ഡോണ്ട് സ്പീക്ക് ഒറിയ, അവിടെ തേർഡ് പേഴ്സണിലെ ദേ ആണ് വന്നത്. പക്ഷെ നമ്മൾ സബ്ജക്റ്റായ ദേ അവിടെ ബഹുവചനമായതുകൊണ്ട് ഡു നോട്ട് എന്നതിന്റെ ഷോർട്ട് ഫോമായ ഡോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ ഒറിയ സംസാരിക്കുകയില്ല. അതേസമയം ഹി ഡസൻറ്റ് സ്പീക്ക് ഒറിയ,
അവൻ ഒറിയ സംസാരിക്കുകയില്ല. ഡസ് നോട്ട് എന്നുള്ളതിന്റെ ചുരുക്കരൂപമാണ് ഡസിൻറ്റ്. അപ്പോൾ നെഗറ്റീവായിട്ട് വരുന്ന സെന്റൻസുകളിലും ഡു, ഡസ്, ഡിഡ് ഏത് രീതിയിലാണോ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ബഹുവചനങ്ങളുടെ കൂടെ ഒക്കെ ഉപയോഗിക്കുന്നത്, ആ രീതിയിൽ തന്നെയാണ് അവ നോട്ട് ചേർത്ത് നെഗറ്റീവ് ആക്കുമ്പോഴും ആ സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്നാണ് ഈ സെന്റൻസുകൾ കൂടി നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് ഹി ഡസൻ സ്പീക്ക് ഒറിയ, അതേപോലെ തന്നെ ഷീ ഡസൻ സ്പീക്ക് ഒറിയ, അവൾ ഒറിയ സംസാരിക്കുകയില്ല. ഇറ്റ് ഡസൻ വർക്ക്, അത് വർക്ക് ചെയ്യില്ല. ഇവയൊക്കെ തന്നെ തേർഡ് പേഴ്സണിലുള്ള സിംഗുലർ ആയിട്ടുള്ള സർവനാമങ്ങളാണ്. അബു ഡസൻ സ്പീക്ക് ഒറിയ, അബു ഒറിയ സംസാരിക്കുകയില്ല. അതേസമയം അബു ആൻഡ് രാജു ഡോണ്ട് സ്പീക്ക് ഒറിയ, അബുവും രാജുവും ഒറിയ സംസാരിക്കുകയില്ല. കാരണം അവിടെ സബ്ജക്റ്റ് പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഡു നോട്ട് എന്നതിന്റെ ഷോർട്ട് ഫോമായ ഡോൺ ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ അബു ഡസൻ സ്പീക്ക് ഒറിയ, അവിടെ തേർഡ് പേഴ്സണിലെ സിംഗുലർ ആയിട്ടുള്ള സർവനാമത്തിന് പകരമായിട്ട് നാമമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും ഡസിൻ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ നെഗറ്റീവായിട്ട് വരുന്ന ഈ സെന്റൻസുകളുടെ ഭാഗമായ ക്വസ്റ്റ്യൻസുകളിലും ഇതേ രീതി തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് സെന്റൻസുകളിൽ ഡോണ്ട് ബി സ്പീക്ക് ഒറിയ, നമ്മൾ ഒറിയ സംസാരിക്കുകയില്ലേ. ഡു നോട്ട് ബി സ്പീക്ക് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഡോണ്ട് ബി സ്പീക്ക്. അവിടെയും ബി എന്നുള്ളത് ഫസ്റ്റ് പേഴ്സണിൽ പെടുന്നതാണ്, അതിലുപരി അത് പ്ലൂറലുമാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഡോൺ എന്ന് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ തേർഡ് പേഴ്സണിൽ പെടുന്ന ബഹുവചനമാണ് ഡോണ്ട് ദേ സ്പീക്ക് ഒറിയ. അതുകൊണ്ടാണ് ദേ എന്നുള്ള സബ്ജക്റ്റിന്റെ കൂടെ ഡോൺ എന്ന് നമ്മൾ ഉപയോഗിച്ചത്. ലാസ്റ്റ് രണ്ട് സെന്റൻസിൽ ഡസൻ ഹി സ്പീക്ക് ഒറിയ, അവൻ ഒറിയ സംസാരിക്കുകയില്ലേ. അവിടെ നമ്മൾ ഡസിൻ, ഡസ് നോട്ട് ഹി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഡസിൻ ഹി. അവിടെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തേർഡ് പേഴ്സണിൽ പെടുന്ന ഹി സർവനാമമായിട്ട് വന്നതുകൊണ്ടാണ് ഡസിൻ എന്ന് നമ്മൾ ഉപയോഗിച്ചത്. ഡസിൻ ഷീ, ഡോണ്ട് ദേ, ഡസിൻ ഹി, ഡസിൻ ഷീ, ഡോണ്ട് ഐ, ഡോണ്ട് വി, ഡോണ്ട് ദേ, ഡസിൻ ഹി, ഡസിൻ ഷീ, ഡസിൻറ്റ് ഇറ്റ്, ഡസിൻറ്റ് ഇറ്റ് വർക്ക്. അപ്പോൾ ഈ സെന്റൻസുകൾ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം നെഗറ്റീവ് സെന്റൻസുകളിലായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഉപയോഗ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. അത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനായാലും അല്ലാതെയുള്ള സെന്റൻസുകളിലായാലും എന്തു തന്നെയായാലും അവ പേഴ്സൺസിനനുസരിച്ചും അതേപോലെ തന്നെ വചനങ്ങൾക്കനുസരിച്ചുമാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഡു എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആയ ഡിഡ് വചനങ്ങളോ പേഴ്സൺസിനോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഡിഡ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഡു, ഡസ്, ഡിഡ് ഇവ ഒരു സെന്റൻസിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ വ്യക്തമായ രീതിയിൽ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് എഴുതാനും അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടുള്ള സെന്റൻസുകളൊക്കെ ശരിയായി മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും ഫ്ലുവൻ്റ് ആയിട്ട് വളരെ ഒഴുക്കോടുകൂടി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും അത് ഭാവിയിൽ നല്ലവണ്ണം ഉതകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ നല്ലവണ്ണം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഡു, ഡസ്, ഡിഡ് ഇവയൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് എല്ലാ സെന്റൻസുകളിലും വരുന്നതാണ്. അതുകൊണ്ട് അത് പ്രായോഗികമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ പ്രായോഗികമായിട്ട് പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷിനെ നമുക്ക് തീർത്തും ഒരു ബാലികേറാമല അല്ലാതെയാക്കാം.